നമസ്കാരം. നമ്മുടെ സർക്കാർ, ഈ പിണറായി വിജയൻ സർക്കാർ നമ്മുടെ സാധാരണക്കാരുടെ സർക്കാരാണല്ലോ, അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങളുടെ സർക്കാരാണല്ലോ. ഈ സർക്കാർ അധികാരത്തിൽ കയറിയതിനു ശേഷം കഴിഞ്ഞ 8-8.5 വർഷം കൊണ്ട് കേരളത്തിലെ സാധാരണക്കാരുടെ അവസ്ഥ എവിടേക്ക് എത്തി എന്ന് നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എന്റെ വീഡിയോ കാണുന്ന വലിയൊരു ഭാഗം ആൾക്കാർ എതിർക്കുന്നുണ്ട്. അതായത് പിണറായി എന്ന് പറഞ്ഞ ഒരാൾ എങ്ങനെയെങ്കിലും ഇറങ്ങിപ്പോയാൽ മതി എന്ന് ചിന്തിക്കുന്നുണ്ട്. എന്നാൽ ഈ വീഡിയോ എതിർത്തുകൊണ്ട് വളരെ നല്ല രീതിയിൽ തന്നെ കമന്റ് എഴുതുന്ന വലിയൊരു ഭാഗമുണ്ട്. ഞാൻ അവരോടാണ് ചോദിക്കുന്നത്, നിങ്ങൾ സത്യത്തിൽ ചിന്തിച്ചിട്ടുണ്ടോ നമ്മുടെ ഖജനാവിലേക്ക് വരുന്ന പണം എങ്ങനെയാണ് പോകുന്നത്? ഖജനാവിലേക്ക് വരുമാനം വരുന്നുണ്ടല്ലോ. ഉദാഹരണത്തിന് മദ്യം, 10 രൂപയുടെ സ്പിരിറ്റ് മിനിമം ഒരു 300-350 രൂപയ്ക്കാണ് അത് വിൽക്കുന്നത്. അത്രത്തോളം റേറ്റ് കൂട്ടിയാണ് വിൽക്കുക. എത്ര ഇരട്ടിയാണ് വിൽക്കുന്നത്. നികുതിയും അതുപോലെ തന്നെ 100 ഇരട്ടിയിലധികം നികുതിയുണ്ട്. അത്രയും നികുതി ഉണ്ടായിട്ടും, അതായത് 10-35 രൂപ ചെലവുള്ള ഒരു സാധനത്തിന് 1200-1300 വാങ്ങിയിട്ടാണ് അത് വിൽക്കുന്നത്. അത്രയധികം പണം വാങ്ങിയിട്ടും പിന്നെ അത്രത്തോളം കച്ചവടം നടന്നിട്ടും, കാരണം ഏറ്റവും കൂടുതൽ കച്ചവടം എന്ന് പറഞ്ഞാൽ മദ്യക്കച്ചവടം. മദ്യക്കച്ചവടം എന്ന് പറയുമ്പോൾ എവിടെയും ഈ സർക്കാർ തടസ്സപ്പെടുത്തുകയില്ല. നമുക്കറിയാലോ കൊറോണ, ആ കൊറോണന്റെ സിറ്റുവേഷനിൽ ഈ മദ്യഷാപ്പുകൾ മാത്രം തുറന്നു. കൊറോണയിൽ മദ്യം വാങ്ങുന്ന ഒരു ആപ്ലിക്കേഷൻ പോലും തുറന്നു, ഈ തിരക്കില്ലാതെ പോയി മദ്യം വാങ്ങാൻ വേണ്ടിയിട്ട്. അപ്പൊ മദ്യത്തിൽ നിന്നുള്ള വരുമാനം അത്രത്തോളം ഉണ്ട്. പിന്നെ ഉള്ളത് ലോട്ടറിയാണ്. ലോട്ടറിയും അത് തന്നെ, ഒരു ചെറിയൊരു പ്രശ്നം കടലാസ് അടിച്ചാൽ മതി, അതില് വലിയ വരുമാനമാണ്. അതായത് മദ്യവും ചൂതുകളിയും ലോട്ടറിയും ഈ കേരളത്തില് വലിയ വരുമാനമാണ് സർക്കാരിന്. പക്ഷെ ഈ രണ്ടും നഷ്ടം എന്നാണ് പറയുന്നത്. എങ്ങനെയാണ് നഷ്ടം വരുന്നത് മനസ്സിലാകുന്നില്ല. സാധാരണക്കാരുടെ ക്ഷേമപ്രവർത്തനങ്ങൾ നടത്തിയിട്ടോ, സാധാരണക്കാർക്ക് എന്തെങ്കിലും ചെയ്തിട്ടോ, സാധാരണക്കാരന് ഒരു ഭവനം ഉണ്ടാക്കി കൊടുത്തിട്ടോ, അവന്റെ കടബാധ്യത തീർത്തിട്ടോ, അവന്റെ ചികിത്സാ ചെലവ് വഹിച്ചിട്ടോ ഒന്നുമല്ല. അതായത് ഇവിടുത്തെ പൗരന്മാരുടെ ക്ഷേമം കൃത്യമായി ചെയ്തോളാം എന്ന് പറഞ്ഞുകൊണ്ട് ഭരണഘടനയെ തൊട്ട് സത്യം ചെയ്ത് അധികാരത്തിലേറിയിട്ടുള്ള ഈ മന്ത്രിമാർ, ഈ അധികാരികൾ, അവർ കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങൾ ആലോചിച്ചാൽ സത്യത്തിൽ ഞെട്ടിപ്പോവും. അതിൽ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇത്. ഇപ്പോൾ ഒരു റിപ്പോർട്ട് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന റിപ്പോർട്ട്. സെക്രട്ടേറിയറ്റില് ശ്രീ KN ബാലഗോപാൽ ധനകാര്യ വകുപ്പ് മന്ത്രി ചികിത്സാ ചെലവ് പ്രതിപൂർണം ചെയ്യുന്നതിന് അനുമതി നൽകി ഉത്തരവ് പുറപ്പെടുവിക്കുന്നു എന്നുള്ള ഈ ഒരു നോട്ടീസ് നോക്കൂ നിങ്ങൾ. ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ KN ബാലഗോപാൽ സ്വന്തം ചികിത്സയ്ക്കായി 13/5/2024 മുതൽ 14/5/2024 വരെയുള്ള കാലയളവിൽ, ഇത് കേട്ടാ തോന്നും ഒരു ദീർഘകാല കാലയളവാണെന്നുള്ളത്. 13-ാം തീയതി മുതൽ 14-ാം തീയതി വരെ, അതായത് 13-ാം തീയതി അവിടെ ഹോസ്പിറ്റലിൽ കയറി 14-ാം തീയതി പുറത്തു പോയി, 24 മണിക്കൂർ ഇത്രയേ ഉള്ളൂ. ആ കാലയളവില് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചെലവാക്കിയ തുകയായ 1,91,601 രൂപ പ്രതിപൂർണം ചെയ്യുന്നതിന് അനുമതി നൽകി ഉത്തരവാകുന്നു. എന്ന് പറഞ്ഞാൽ ഒരൊറ്റ ദിവസം കൊണ്ട് 2 ലക്ഷം രൂപയുടെ ചികിത്സ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നടത്തിയെന്നാണ് പറയുന്നത്. നമ്മുടെ പണം ഇങ്ങോട്ട് പോകണമെന്ന് മനസ്സിലായില്ലേ? ഈ മന്ത്രി കട്ടെടുക്കുകയാണ് ചെയ്തത്. ആ പണം മെഡിക്കൽ കോളേജിലെ സൗജന്യ ചികിത്സയാണ്. ഇനി അതും വേണ്ട, ഇനി പണം കൊടുത്തുള്ള ചികിത്സയാണെന്ന് കൂട്ടിക്കോളൂ. എന്തുകൊണ്ടാണ് ഇവർക്ക് ഇൻഷുറൻസ് എടുക്കാത്തത്? മെഡിക്കൽ ഇൻഷുറൻസ് എടുത്തൂടെ? ഇൻഷുറൻസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പണം അവർ കൊടുത്തോളൂല്ലോ. എല്ലാ മേഖലയിലും അടിച്ചുകൊണ്ട് വേണം. പണം അടിച്ചു മാറ്റുന്ന കുറെ അധികാരികളാണ് ഇവിടെ ഉള്ളത്. കഴിഞ്ഞ ദിവസം കണ്ടില്ലേ, 10-60 ലക്ഷം രൂപ വാങ്ങിയിട്ട് ഒരാൾക്ക് PSCയിൽ പദവി കൊടുക്കുന്നത്, പിന്നെ അത് വിവാദമായപ്പോൾ പണം തിരിച്ചു കൊടുത്തു എന്നാണ് പറയുന്നത്. അപ്പോ ഖജനാവിലുള്ള പണം അത് അടിച്ചു മാറ്റാൻ വേണ്ടി മാത്രം മന്ത്രി കസേരയിൽ കയറിയിരിക്കുന്ന കുറച്ചു പേർ ഒരു ദിവസം കൊണ്ട് എങ്ങനെ തിന്നാലും ഈ 1,91,601 രൂപയുടെ തീറ്റ തിന്നൂല. എങ്ങനെ സർജറി ചെയ്താലും മെഡിക്കൽ കോളേജിൽ ഇത് ചെയ്യൂല. അപ്പൊ കള്ളക്കണക്കല്ലേ എഴുതിയത്? ഇത് എഴുതിയിട്ട് ഇത് പാസ്സാക്കി അങ്ങ് കൊടുക്കുകയാണ് ഇവർക്കൊക്കെ. ഇവരൊക്കെ നാട്ടിലുള്ള സാധാരണക്കാർ, നികുതിദായകരായിട്ട് എല്ലാവരെയും കൊള്ള അടിച്ചു കൊള്ളാമെന്നാണോ ഇവർ സത്യപ്രതിജ്ഞ ചെയ്തത്? അങ്ങനെയാണ് തോന്നുന്നത്, എനിക്കങ്ങനെ തോന്നുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ കൊള്ളയടിക്കാൻ എങ്ങനെ തോന്നുന്നു? 24 മണിക്കൂറത്തെ, അതായത് 13-ാം തീയതി അഡ്മിറ്റായി 14-ാം തീയതി പുറത്തേക്ക് പോകുന്നതിന് 1,91,000 രൂപ, അതും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ. മറ്റേതെങ്കിലും സ്വകാര്യ ആശുപത്രി ആയിരുന്നുണ്ടെങ്കിൽ അതും പറയാം, അവിടെ അങ്ങനെയാണ്. ഈ ഡെലിവറി കേസുകൾക്കൊക്കെ കുറേ മെഡിസിനുകൾ എടുക്കും, അതൊരു വഴിക്കൂടെ വാങ്ങി കൊണ്ടുവരും, മറുവഴിക്കൂടെ അത് വീണ്ടും അവിടേക്ക് തന്നെ ചെല്ലും. അത് അങ്ങനെയാണ് അതിൻ്റെ ഒരു കഥ എന്ന് പറയുന്നത്. അത്രയും പണം ചെലവാക്കി പ്രസവിച്ചില്ല എന്നുണ്ടെങ്കിൽ അഭിമാനം ഉണ്ടാവില്ല എന്നുള്ളവരെ നേരെ അവിടേക്ക് ചെന്ന് കയറുന്നു. അതിനുവേണ്ടി ഒത്താശ ചെയ്യുന്ന സർക്കാർ. കാര്യം അവിടെ പ്രസവിക്കാവെന്ന് പറയുന്ന പോലെ
എല്ലായിടത്തും അഴിമതിയാണ്. കൊള്ളയടിക്കാൻ വേണ്ടി മാത്രം മന്ത്രി കസേരയിൽ കയറി ഇരുന്നാണെന്ന് തോന്നി ഈ ഒരു ഒറ്റ കാര്യത്തിൽ. ഇത് വെറുതെ പറയുന്നതല്ല, നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഉത്തരവ് അതാണ്. 13/5/2024 മുതൽ 14/5/2024 വരെയുള്ള കാലയളവിൽ 1,91,601 രൂപ. എന്തൊരു കഷ്ടമാണല്ലേ. എന്തിനാണ് ഈ കൊള്ളക്കാരെ നമ്മൾ വെച്ച് പിടിപ്പിക്കുന്നത്?